പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിൻ അഭിഷേകം പകരണമേ, തിരുഹിതം എന്നെ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നെ ചൊരിയണമേ, തിരുഹിതം എന്നെ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നെ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, നിന്നിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഡിസംബർ മാസം 18-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. കാലപ്പഴക്കം എൻ്റെ ദൈവത്തിന് പ്രശ്നമല്ല. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ. പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും 27-ാമത്തെ വാക്യം, ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് കാലപ്പഴക്കം ദൈവത്തിന് പ്രശ്നമല്ല എന്നുള്ളതാണ്. ഇന്നും ഞാനും നിങ്ങളും വായിച്ചു കേട്ട വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. 12 വർഷമായി രക്തസ്രാവമുള്ളവൾ, അവളുടെ പേരവിടെ കൊടുത്തിട്ടില്ല, എന്നാൽ വിശ്വാസത്താൽ അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, അവൾ ഇന്നും പ്രസംഗിക്കപ്പെടാൻ കാരണം അവളുടെ 12 വർഷത്തെ രോഗം യേശു മാറ്റി എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വർഷങ്ങളായി നിൽക്കുന്ന നിങ്ങളുടെ ചില വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊന്നുകൂടെ നോക്കാമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം, ബെഥെസ്ദ കുളക്കടവിൽ 38 വർഷമായി സൗഖ്യം കിട്ടാതെ ഒരു കിടക്കയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ കഴിയും. എന്നാൽ അവൻ്റെ സാഹചര്യം അനുസരിച്ച് ഇനി അവന് സൗഖ്യമില്ല എന്ന് ലോകം വിളിച്ചു പറയുമ്പോൾ യേശു അവൻ്റെ അടുക്കൽ വന്ന് അവനെ സൗഖ്യമാക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തിന് കാലപ്പഴക്കം പ്രശ്നമല്ല. വർഷങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തലമുറയുടെ ആവശ്യങ്ങളിൽ ഇനി വഴിയൊന്നും തുറക്കത്തില്ല എന്ന് പറയുന്ന വിഷയങ്ങളിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവം എന്നോട് നിങ്ങളോട് പറയുന്നു, ഇത് വിടുതലിന്റെ പ്രഭാതമാണ്, ഇതൊരു അത്ഭുതത്തിന്റെ പ്രഭാതമാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ഈ ചിന്തിക്കുന്ന 2 വാക്യങ്ങളിൽ നിന്ന് ആഴമായ 3 കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, 26-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. 26-ാമത്തെ വാക്യത്തിൽ നിന്ന് 2 ചിന്തകൾ. പല വൈദ്യന്മാരാലും ഏറി ഒന്ന് സഹിച്ച. ഇവിടെ നിങ്ങൾക്ക് ആഴം കാണാൻ കഴിയും. ഈ സ്ത്രീ പല വൈദ്യന്മാരാലും ഏറി ഒന്ന് സഹിച്ചു. ഈ വാക്യത്തിന്റെ ആഴത്തിൽ നമുക്ക് മനസ്സിലാകും, ഇവള് പല വൈദ്യന്മാരുടെ അടുക്കൽ പോവുകയും ഓരോ വൈദ്യന്മാരുടെ അടുത്ത് ചെല്ലുമ്പോഴും 1-ാമത്തെയും 2-ാമത്തെയും അപ്പോയിൻമെന്റുകളിൽ ഇതിന് പരിഹാരം കിട്ടുമെന്ന് അവൾ ആശ്വസിച്ചിട്ടുണ്ടാകാം. പക്ഷേ മുമ്പോട്ട് പോകുമ്പോൾ ഒന്നും കാണാതെ വരുന്ന അനുഭവം. ആ നിലയിൽ നിൽക്കുമ്പോൾ ഇതാ വചനം ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഇവൾ ഏറി ഒന്ന് സഹിച്ചു. ഒത്തിരി വൈദ്യന്മാരുടെ അടുത്ത് പോയി, പക്ഷെ ഇവളുടെ വിഷയത്തിനകത്ത് മറുപടി വന്നില്ല. നമ്മളോട് പലരോട് ചോദിച്ചാൽ ചിലവർ പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇനി കരയാൻ കണ്ണുനീരില്ല. ആ വിഷയത്തിനകത്ത് വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവർ, അവളുടെ ജീവിതത്തിൽ ദൈവം വിടുതലയച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഉറപ്പായി ദൈവം വഴി തുറക്കും. 2-ാമത്തെ അവിടുത്തെ ആശയം എന്ന് പറയുന്നത്, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു. അവൾ ഓരോ പ്രാവശ്യവും ഓരോ ആശുപത്രികളിൽ അല്ലെങ്കിൽ വൈദ്യന്റെ അടുക്കൽ പോയി അവൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു. പക്ഷെ അവളുടെ വിഷയത്തിനകത്ത് വിടുതൽ വന്നിട്ടില്ല. ഈ സമയങ്ങളിൽ നമ്മൾ ആശുപത്രിയിൽ ചെന്നാൽ നമുക്കറിയാം, ഒരു ചെറിയ രോഗത്തിന് ചെന്നാലും ഒത്തിരി ടെസ്റ്റുകളും സ്കാനിങ്ങും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളിലൂടെ
ഇതാ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ കാണാം. ഇതേപോലെ ഈ സ്ത്രീയോട് ചോദിച്ചാൽ അവൾ പറയും, എനിക്കുള്ളതെല്ലാം ഈ രോഗത്തിൻ്റെ അനുഭവത്തിൽ വിറ്റ് ചിലവഴിച്ചിട്ടും എനിക്ക് ഭേദം വന്നിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഒന്ന്, അവൾ ഒന്ന് സഹിച്ചവളാണ്. രണ്ട്, എല്ലാം ചിലവഴിച്ചവളാണ്. ഈ നിലയിൽ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, എല്ലാം നോക്കിയിട്ടും ഒരു വിടുതൽ കണ്ടില്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇന്നും കണ്ണുനീരിൻ്റെ അനുഭവത്തിലാണ്. ഇന്ന് നിങ്ങളുടെ പ്രഭാതമാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ആരും സഹായിക്കാനില്ലാത്തവനെ ദൈവം സഹായിക്കും. എങ്കിൽ മൂന്നാമത്തെ ചിന്ത ആ 27-ാമത്തെ വാക്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന സ്ത്രീ. അവളുടെ ഏറ്റവും പരവശയായി തീർന്നു എന്ന് അവിടെ എഴുതുമ്പോൾ അവളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഏറ്റവും പരവശയായിരിക്കുന്നു എന്നാണ് അവൾ എഴുതിയിരിക്കുന്നത്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയ അനുഭവം നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാവും. എൻ്റെ യേശു ആർക്കും കടക്കാനല്ല. അവൻ്റെ അടുക്കലേക്ക് വന്നാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കം സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തീർന്നു എന്ന് പറയുന്ന എല്ലാ വിഷയത്തിനകത്തും എൻ്റെ കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. ചിലർ വന്ന് പറയാറുണ്ട്, എൻ്റെ ജോലിയുടെ പ്രതീക്ഷ എല്ലാം പോയി പാസ്റ്റേ, എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബജീവിതം പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഹല്ലേലൂയ, എൻ്റെ ബിസിനസ്സിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി മാർഗമില്ല എന്നുള്ള അനുഭവത്തിലാണ്. പക്ഷേ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിശ്വാസത്തോടൊരു സ്റ്റെപ്പ് വയ്ക്കാമെങ്കിൽ, ഇന്ന് കർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നടക്കാത്ത അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാം. കാരണം എൻ്റെ ദൈവത്തിന് കാലപ്പഴക്കം പ്രശ്നമല്ല. അത് മാസങ്ങൾ പഴക്കം ഉണ്ടാകാം, വർഷങ്ങൾ പഴക്കം ഉണ്ടാകാം. ഒന്നുകൂടെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നൊരു വിടുതൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് ആ കണ്ണുകളൊന്ന് അടച്ച് പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കണമേ. നമ്മളെ സമാധാനിപ്പിക്കുന്ന, നമ്മളെ സ്വസ്ഥതയിലേക്ക് നടത്തുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കാൻ പോവുകയാണ്. നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കേട്ടു, കാലപ്പഴക്കം ദൈവത്തിന് പ്രശ്നമല്ല. ഞങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയത്തിനകത്തും ഒരു മറുപടി ഈ പ്രഭാതത്തിനകത്ത് തരുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതം അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കാര്യം കാണുവാനായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണും വരെയും ദൈവം നിങ്ങളെ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.